ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശാലിനി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. പിന്നീട് ശാലിനിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ മാറി സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വിഷ്ണു അടുത്ത് പോയിരിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചിപ്പിമോളോട് കാര്യങ്ങളൊക്കെ വിഷ്ണു പറയുന്നു. അമ്മ ഇങ്ങനെ ആരോ കുത്തിയതാണെന്നൊക്കെ പറയുന്നു. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ രാഘവൻ നായർ ആശുപത്രി പോകാമെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു, പോയാൽ ആ വഴിക്ക് തന്നെ പൊക്കോണം, അവൾക്ക് അങ്ങനെ തന്നെ വരണം എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് ശപിക്കുകയാണ്. നന്നായിട്ട് ശപിക്കുന്നു. പിന്നെ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് നമ്മുടെ പപ്പിമോള് അമ്മയെ കാണാമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പം ശരിക്കും ആ റൂമിലേക്ക് ആരെയും കയറ്റി വിടത്തില്ല. അപ്പോൾ വിഷ്ണു പറയുന്നത് കാണാൻ പറ്റില്ല. അപ്പം മോള് പറയുന്നത് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ വിഷ്ണു ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ്. അപ്പോൾ കുഞ്ഞ് പേടിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ സത്യഭാമ ഈ ശാലിനിയുടെ സത്യങ്ങളൊക്കെ അറിയുകയാണ്. നമ്മുടെ ഡോക്ടറെ കാണുകയും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ അന്ന് ശ്യാമയും ഡെലിവറി എടുത്ത ഡോക്ടറെ കാണുന്നു. അപ്പോൾ ഡോക്ടർ ICUയിൽ എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ സത്യഭാമയോട് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ശാലിനിയുടെ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും. ശ്യാമയ്ക്ക് ഗർഭപാത്രത്തിൽ കനക്കുറവായതുകൊണ്ട് ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം അത് സത്യഭാമയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശാലിനിക്ക് വന്ന ഗതി അവൾക്കും വരുമെന്നുള്ള ചിന്തയിലാണ് അവരിങ്ങനത്തെ ഒരു കള്ളഗർഭം ധരിച്ചിരുന്നത്. ശാലിനിയായിട്ട് ഈ 10 മാസവും ഹോസ്പിറ്റലിൽ വരാതെ ഒളിച്ചിരുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. 10 മാസം പോലും ഹോസ്പിറ്റലിൽ വന്നില്ല. അങ്ങനെ ഡെലിവറി ആകുന്ന സമയത്ത് വരികയും അങ്ങനെ ശ്യാമ അപ്പുറത്തെ കട്ടിലിൽ ഗർഭം അഭിനയിച്ച് കിടക്കുകയും നമ്മുടെ ശാലിനി പ്രസവവേദന അനുഭവിച്ച് പ്രസവിക്കുകയും ചെയ്യുന്നു. അന്ന് ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെയാണ് തൻ്റെ അനിയത്തിക്ക് കൈമാറിയത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ദൈവം അവിടെ അവളെ കൈവിട്ടില്ല. അവൾക്ക് ഒരു കുഞ്ഞല്ല ഉണ്ടായിരുന്നത്, ഇരട്ട കുട്ടികളാണ് ജനിച്ചത് എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ സത്യഭാമ ആകെ ഇതാവുകയാണ്. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള, താൻ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് സത്യഭാമ പൊട്ടിക്കരയൊക്കെയാണ്. ഇങ്ങനെയാണ് എപ്പിസോഡുകൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക, എല്ലാവരും കാണുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.